ഈശോ ഈശോയിൽ പ്രിയരെ, ഇന്നേ ദിവസം നമ്മൾ വായിച്ചു കേട്ടത് ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 30 മുതൽ 37 വരെയുള്ള വാക്യങ്ങളാണ്. അതിൽ ഈശോ വളരെ മനോഹരമായിട്ട് ഒരു ഉപമ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അതായത് നല്ല സമറിയക്കാരൻ്റെ ഉപമ. ഈശോ ചുമ്മാ ഒരു കഥ പറയുന്ന ലാഘവത്തോടു കൂടെ പറഞ്ഞിട്ടുള്ള ഒരു സംഭവമല്ല ഈ സമറിയക്കാരൻ്റെ ഉപമ. മറിച്ച് അതിന് അതിൻ്റേതായിട്ടുള്ള ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. അന്ന് കാലത്ത് സമറിയക്കാരും യഹൂദരും തമ്മിൽ ബദ്ധശത്രുക്കളായിരുന്നു. കണ്ട് കഴിഞ്ഞാൽ മുഖത്തോട് മുഖം നോക്കാത്ത അത്രയും ശത്രുതയുള്ള ആൾക്കാരായിരുന്നു. അങ്ങനെയുള്ള യഹൂദൻ കവർച്ചക്കാരാൽ ആക്രമിക്കപ്പെട്ട് വഴിയിൽ കിടക്കുമ്പോൾ പലരും കണ്ടിട്ട് കാണാതെ പോയെങ്കിലും സമറിയക്കാരനാണ് വന്ന് അയാളെ സഹായിച്ചത്. അതാണ് അതിൻ്റെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഇമ്പോർട്ടൻസ്. ഇനി അതിൻ്റെ തിയോളജിക്കൽ സൈഡ് നോക്കുകയാണെങ്കിൽ ഓരോ ക്യാരക്ടേഴ്സിനും അതിൻ്റേതായിട്ടുള്ള പ്രതീകങ്ങളുണ്ട്. ഫസ്റ്റ് ക്യാരക്ടറായിട്ട് പറയുകയാണെങ്കിൽ യഹൂദൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മനുഷ്യരാശിയെ തന്നെയാണ്. മനുഷ്യരാശി കള്ളന്മാരാൽ ആക്രമിക്കപ്പെട്ടു എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് നടന്നുകൊണ്ടിരിക്കുന്ന തിന്മകളും അതിൻ്റെ ആധിപത്യങ്ങളുമാണ്. രണ്ടാമത്തെ ക്യാരക്ടറായി വരുന്നത് പുരോഹിതനും ലേവായനും എന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ നിയമങ്ങളും നിയമത്തിൻ്റെ ചട്ടക്കൂടുകളുമെല്ലാമാണ്. ഇനി മൂന്നാമത്തെ ക്യാരക്ടർ സമറിയക്കാരൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈശോയെ തന്നെയാണ്. ഇനി പിന്നീട് വരുന്നതാണ് സത്രവും സത്രസൂക്ഷിപ്പുകാരൊക്കെ. സത്രസൂക്ഷിപ്പുകാരൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സഭയും സഭാധികാരികളെയും ഒക്കെയാണ്. ഈശോ സത്രം സൂക്ഷിപ്പുകാരനോട് പറഞ്ഞ് 2 ധനാര കൊടുത്ത് എണ്ണയും തൈലവും ഒക്കെ എന്തെങ്കിലുമൊക്കെ ഇനി ആവശ്യമുണ്ടെങ്കിൽ മരുന്നൊക്കെ കൊടുക്കണമെങ്കിൽ കൊടുത്ത് ആ യഹൂദനെ പരിപാലിക്കാനായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതായത് നമ്മുടെ മനുഷ്യരാശിയെ തന്നെ സഭയുടെ കൈകളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ഈ എണ്ണയും തൈലവും എന്നൊക്കെ ഉദ്ദേശിക്കുന്നത് നമുക്ക് സഭയിൽ നിന്ന് കിട്ടുന്ന കുദാശകൾ തന്നെയാണ്. കുദാശയിലൂടെയും പ്രാർത്ഥനയിലൂടെയും നമ്മുടെ മനുഷ്യ സമൂഹത്തെ ആ തിന്മകളിൽ നിന്നും വീണ്ടെടുക്കാനായിട്ട് സഭയ്ക്ക് അതിൻ്റേതായിട്ടുള്ള ഉത്തരവാദിത്തമുണ്ട്. ഇനി ഇത്രയുമാണ് തിയോളജിക്കലായിട്ടുള്ള ഒരു സൈഡ് പറയാം. ഇനി നമുക്ക് പ്രാക്ടിക്കലായിട്ട് നോക്കുകയാണെങ്കിൽ ഈശോ നമ്മളോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ആരാണ് നിൻ്റെ അയൽക്കാരൻ? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ആരാണ് എൻ്റെ അയൽക്കാരൻ? അത് നമുക്ക് ഒരുപാട് സഹായം ചെയ്യുന്നു. അതുപോലെ തന്നെ എൻ്റെ സഹായം ആർക്കൊക്കെ ആവശ്യമുണ്ടോ അവരാണ് എനിക്ക് നല്ല അയൽക്കാരൻ. എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ടായിരിക്കാം പക്ഷേ എല്ലാ സുഹൃത്തുക്കളും നമ്മുടെ എല്ലാ ആപത്തുകളിലും ഒരുപക്ഷെ ഉണ്ടായെന്ന് വരില്ല. മറിച്ച് ചിലപ്പോൾ ചില രൂക്ഷമായ വിമർശനങ്ങൾ കൊണ്ട് നമ്മളെ മുറിപ്പെടുത്തിയവരായിരിക്കാം ഒരുപക്ഷെ നമുക്ക് പലപ്പോഴും പല ആപത്തുകളിലും ഒരു സഹായമായിട്ട് നിൽക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഒരു അയൽക്കാരൻ എന്നുള്ള ആശയം നമ്മൾ വ്യക്തമാക്കേണ്ടതുണ്ട്, നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ചിലപ്പോൾ പലരും ഈ കാരുണ്യം കാണിക്കാനായിട്ട് വിമുഖത കാണിക്കുന്നത് അവർ ദുഷ്ടന്മാരായതുകൊണ്ടല്ല. ഈ ഉപമയിലാണെങ്കിൽ നമ്മുടെ പുരോഹിതനും ലേവായനും ഒക്കെ അവർ ദുഷ്ടന്മാരാണെന്നൊന്നും പറയുന്നില്ല. അവർക്ക് ഓൺ ടൈമിൽ ബലി അർപ്പിക്കാൻ എത്തണം. അതുപോലെ ശുദ്ധിയായിട്ട് വേണം അവർക്ക് അവിടെ എത്താൻ. അപ്പോൾ ഈ ആളെ സഹായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബലി അർപ്പിക്കാനായിട്ട് സമയം വൈകും. അപ്പോൾ അതുപോലെ പിന്നെ ശുദ്ധി ചെയ്തിട്ട് വേണം അവർക്ക് ബലി അർപ്പിക്കാൻ. അങ്ങനെയുള്ള നിയമങ്ങളുള്ളത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ അവർ അത് കണ്ടിട്ടും വേഗം പോകുന്നത്. പക്ഷേ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത് ഈ ബലിയേക്കാൾ ഉപരി കാരുണ്യമാണ്. നിയമത്തിൻ്റെ ചട്ടക്കൂടുകളിൽ നിന്ന് മാറി നിന്ന് അതിനേക്കാൾ ഉപരി കാരുണ്യമാണ് ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത്. അങ്ങനെ കാരുണ്യം കാണിക്കുന്നത് ദൈവികമാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു.